ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സാൽവിയ. ഞാനിവിടെ ഫ്രാൻസിൽ പോവാന്ന് പറഞ്ഞ സ്ഥലത്ത് ബാച്ചിലേഴ്സ് എടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇന്ന് ഡേറ്റ് മൈ ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കി വീഡിയോക്ക് വഴിയേക്കാം. ഞാനിവിടുത്തെ സിറ്റിയൊക്കെ കാണിച്ചിട്ടാണ്. ഭയങ്കര വിൻറ്റേജ് ഒരു വിൻറ്റേജ് ലുക്കുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീടിന് തൊട്ട് ഫ്രണ്ട് തന്നെ ഒരു ഷോപ്പിംഗ് ഏരിയ ആണ്. അപ്പം നമുക്ക് അവിടെ പോയി ഷോപ്പിംഗ് ചെയ്യണമെന്നില്ല, എന്നാൽ നമുക്ക് കാണാം. പിന്നെ കുറച്ച് സ്ഥലത്തേക്ക് പോകാണ്ട് നമുക്ക് റെഡി ആക്കാം. നമ്മളപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ ഭയങ്കര മഴ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ സെൻറ്റർ. നമുക്ക് അങ്ങോട്ട് പോകാം, പക്ഷേ ഭയങ്കര മഴ. ഇതാണ് തുവ സിറ്റി. ഇതിനെ ഷാമ്പെയിൻ റീജിയൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇവിടുത്തെ ആർക്കിടെക്ചർ, ബിൽഡിങ്സ് എല്ലാം. ഇതെല്ലാം വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബിൽഡിങ്സ് എല്ലാം കുറേ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കാണാം ഇതിൽ ബിൽഡിങ്സ് എല്ലാം സ്ലാൻഡഡ് ആയിട്ടിരിക്കണം. ഇത് ടൗൺ ഹാൾ ഓഫ് തുവ. ഇതിനെ ഹോട്ടൽ വിൽ ദെ തുവ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 1776 വാച്ച് ടവർ ആയിട്ടും ജനറൽ അസംബ്ലീസിൻ്റെ മീറ്റിങ്സിനായിട്ടൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ജസ്റ്റ് ഒരു മുനിസിപ്പൽ അഫയേഴ്സിൻ്റെ സെൻറ്റർ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് തുവ സിറ്റിയുടെ വാക്ക് വേ. ഇവിടെയാണ് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ്, പബ് ആൻഡ് കഫേസ് എല്ലാം ഉള്ളത്. ഇത് നൈറ്റ് ലൈഫ് അടിപൊളിയാണ്. ഇവിടെ രാത്രി മ്യൂസിക്സ്, ലൈറ്റ്സ്, പാർട്ടീസൊക്കെ ഉണ്ടാവാറുണ്ട്. തുവ വിസിറ്റ് ചെയ്യണ ഒരാളും ഈ ഏരിയ മിസ് ചെയ്യാറില്ല. ഇനി മിസ് ചെയ്യരുത്. ഇപ്പോൾ ന്യൂയോർക്ക് പറഞ്ഞ കട ഭയങ്കര എന്താ പറയുക, ഭയങ്കര അഫോർഡബിളാണ്. മനസ്സിലാവും. കാരണം നമുക്ക് €2, €4 എന്നൊക്കെ നമുക്ക് ഡ്രസ്സ് ഇവിടെ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഈ ക്രോപ്പ് ടോപ്സ് ഒക്കെ പോലത്തെ ഇറ്റ്സ് ആക്ച്വലി നൈസ് സംഭവങ്ങൾ നമുക്കിവിടെ കിട്ടും. എനിക്കറിയാം ന്യൂയോർക്കർ യൂറോപ്പ് ഫുള്ളുള്ളതാണോ അതോ ഫ്രാൻസിൽ മാത്രമാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് സീൻ സാധനങ്ങൾ കിട്ടും. ഷോപ്പിംഗ് കഴിഞ്ഞു. നമുക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. നമുക്കിനി FNAC എന്ന് പറഞ്ഞൊരു ഇലക്ട്രോണിക്സ് കടയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അത് കുറച്ച് സാധനങ്ങൾ നോക്കാനുണ്ട്. ഐപാഡിൻ്റെ കീബോർഡൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ നോക്കാനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. കുറച്ച് നടക്കാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐപാഡിൻ്റെ മാജിക് കീബോർഡ് വാങ്ങിക്കാനാണ്. ഞങ്ങളത് കുറേ സ്ഥലത്തൊക്കെ നോക്കി, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ് അതിൻ്റെ ഒറിജിനൽ വാങ്ങിക്കാൻ.
അപ്പോൾ നമ്മൾ ലോജിടെക്കിൻ്റെ കീബോർഡ് നമ്മൾ റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മൗസ് ഉള്ളത് അങ്ങനെ അധികം നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ലോജിടെക്കിൻ്റെയാണ് നോക്കണത്. അപ്പോൾ നമ്മളത് വാങ്ങിക്കാനല്ല നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് വന്ന് നോക്കണം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എന്താണ്. പിന്നെ ഇവിടെ ഈ S30 ആണ് കിട്ടുക, Q30 അധികം കിട്ടാൻ കുറവാണ്. അതുകൊണ്ട് നോക്കണം, നോക്കിയിട്ട് റേറ്റ് ഓക്കെ ആണെങ്കിൽ നമ്മളൊന്നെടുക്കും. ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ലുക്ലാറിൽ വന്നേക്കാണ്. നമ്മൾ ഇതുവരെയായിട്ട് നോക്കിയിട്ട് കണ്ടിട്ടില്ല. നമുക്ക് നോക്കാം. ഇത് തുവലുള്ളൊരു ആസ്തറ്റിക് ഷോപ്പാണ്. ഇവിടെ ഉള്ള ഒരു 90% ഐറ്റംസ് ഫുള്ള് ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കിയേക്കണത്. ഇത് നമ്മുടെ വീട്ടിൽ വെക്കാനുള്ള ക്യൂട്ട് ആസ്തറ്റിക് ആയിട്ടുള്ള കുറേ ഐറ്റംസ് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇതാണ് ത്വ മാർക്കറ്റ്. ഇതിനെ മോഷദെ ഹാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു 35ഓളം ലോക്കൽ ഫുഡ് ഷോപ്സ്, ഗ്രോസറി ഷോപ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ജ്യൂസ്, മീറ്റ്, ഫിഷ് എല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് ഇവിടെ നിന്ന് കിട്ടും. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. നമുക്ക് വിസ റിന്യൂ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫോട്ടോ വേണം. അപ്പോൾ കയ്യിലുള്ള ഫോട്ടോയ്ക്ക് നമ്മൾ ഇങ്ങോട്ട് വരണേക്കാളും മുന്നെടുത്തത്. അപ്പോൾ അതൊക്കെ പഴയതായി. അപ്പോൾ നമുക്കതിന് ഫോട്ടോ വേണം. അപ്പോൾ ഇവിടെ ഓരോ റെയിൽവേ സ്റ്റേഷൻസ് അല്ലെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഫോട്ടോ ബൂത്ത് ഉണ്ടാവുക. അപ്പോൾ അവിടെ പോയി നമ്മൾ ഫോട്ടോ എടുക്കണം. അപ്പോൾ വിസ റിന്യൂ ചെയ്യാനായിട്ട് എൻ്റെ വിസ കഴിയാറായി. അപ്പോൾ എനിക്കത് റിന്യൂ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് പകുതി എത്തിയപ്പോഴാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. കണ്ടതെന്നല്ല അറിയായിരുന്നു, പക്ഷേ നമ്മൾ നേരിട്ട് പോയി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് പറ്റില്ല. അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഫോട്ടോ എടുക്കാൻ പോവാം. ഫോട്ടോ എടുക്കാൻ പോവാം. റെയിൽവേ സ്റ്റേഷനിൽ പോയ കാര്യം ഒന്നും നടന്നില്ല. കാരണം റെയിൽവേ സ്റ്റേഷൻ ക്ലോസ്ഡ് ആയിരുന്നെങ്കിൽ തോന്നണോ ഇനി അടുത്ത ട്രെയിൻ വരുമ്പോഴാണ് തോന്നുന്നത് അത് ഓപ്പൺ ആക്കാം പാസഞ്ചേഴ്സിന് പോകാനായിട്ട്. പിന്നെ നമ്മുടെ കീബോർഡിൻ്റെ കാര്യം ഓൺലൈനിൽ നോക്കി കുറച്ച് തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ എൻ്റെയാണ്. ഇതൊരു വളരെ ചെറിയൊരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഇനിയും ഹൈ ലെവലിൽ എത്തണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നടക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്താനും ബൈ.